മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ആദില വളരെ കഷ്ടപ്പെട്ട് കിടഞ്ഞ് പരിശ്രമിക്കുകയാണ് വന്ന നെഗറ്റീവൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ആദ്യം റിയാസ് വന്നു പോയതിനു ശേഷം റിയാസ് പറഞ്ഞത് കണ്ണും അടച്ച് വിശ്വസിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടിയ ആളാണ് നമ്മുടെ ആദില. എന്നാൽ ഇപ്പോൾ ആദിലയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങി തനിക്കൊരു നെഗറ്റീവ് ഇമേജാണ്, തൻ്റെ ഡബിൾ സ്റ്റാൻഡൊക്കെ പൊളിഞ്ഞു എന്ന്. ഈ പ്രശ്നത്തിൽ ആദിലയുടെ റോള് എന്തായാലും പ്രേക്ഷകരെ നെഗറ്റീവായിട്ടേ എടുക്കുകയുള്ളൂ, അത് വോട്ടിങ്ങിനെ ബാധിക്കും. കൂടാതെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴും പണിയാവാൻ സാധ്യതയുണ്ടെന്ന് ആദിലയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പലതും ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുകയാണ് ആദിലയും നൂറയും. നൂറയെ നമുക്ക് ഈ കാര്യത്തിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം നൂറയ്ക്ക് ആദില പാർട്ട്ണറാണ്. ആദില ഇവിടെ നിൽക്കണമെന്നുള്ളത് നൂറയുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് നൂറ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ആദില എന്തായാലും കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ആദിലയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പല കാര്യങ്ങളും ഇവർക്ക് തമ്മിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും അത് ഇവരിരുന്ന് സംസാരിക്കണമെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്നത് തന്നെയാണ്. മെയിനായിട്ടും ഇവരിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സെൻറ്റിമെൻ്റൽ കാർഡാണ്. അതായത് നമുക്ക് ആരുമില്ല, നമുക്ക് പേരൻസിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, ആ ഒരു സാധനമാണ് ഇവരെ എപ്പോഴും പ്രേക്ഷകരിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പേരൻസ് ഇവരോട് സംസാരിക്കാറില്ലെന്നും ഇവർ ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ളതാണെന്നും ഇവർ പല തവണയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോർമലായിട്ടും ഇവരിതുപോലെ നെഗറ്റീവായിട്ട് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആകുന്ന സമയങ്ങളിലാണ് കൂടുതലും പ്രയോഗിക്കുന്നത്. അത് ഇവർ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുന്നതാണെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലും അങ്ങനെയുള്ളൊരു കോൺവെർസേഷനാണ് നമ്മളെ കാണിക്കുന്നത്. ആദിലയും നൂറയും കൂടി മേക്കപ്പ് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആദിലയുടെ സങ്കടങ്ങൾ നൂറയോട് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത് നമ്മളിവിടെ നിൽക്കും, നമ്മളല്ലാതെ ഇവിടെ വേറെ ആര് നിൽക്കാനാണ്, നമ്മളെ തളർത്താൻ പലരും ഉണ്ടാകും, കുറ്റം പറയാനും പലരും ഉണ്ടാകും. നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എത്ര പേരാണ് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ചായതിനു ശേഷം എന്തോരം സൈബർ ബുള്ളിങ് അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളിവിടെ നിൽക്കും, നമുക്കിവിടെ നിൽക്കാനുള്ള അർഹതയുണ്ട് എന്ന്. അപ്പോൾ അതിന് ആദില പറയുന്നത് ഇവിടെയുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ നാടകം കളിക്കുവാണെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് നാടകമാകുന്നത്? ഒരാളെ നമ്മൾ വളരെ ക്ലോസ് ആയി വിശ്വസിച്ചാൽ ആ ആൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരും പുറകിൽ നിന്ന് കുത്തും. ഇങ്ങനെ ഒരാളോട് ക്ലോസ് ആയി നിന്നിട്ട് ആ ആൾ കള്ളം പറഞ്ഞു എന്ന് ഉദ്ദേശിച്ചത് ഷാനവാസിനെയാണ്. അതായത് ഷാനവാസ് നെവീൻ്റെ കാര്യത്തിൽ ആദിലയോട് പറഞ്ഞത് കള്ളമാണെന്നാണ് ആദില ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇത്രയും കരഞ്ഞു മെഴുകി നാടകം കളിച്ചതിന് ശേഷം ഈ ആദിലയും നൂറയും തന്നെ ഷാനവാസ് പുറകിൽ നിന്ന് കുത്തിയെന്ന് പറഞ്ഞ വ്യക്തികളാണ്. വെളുപ്പാൻ കാലത്ത് ഷാനവാസിനോട് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആദില അപ്പോൾ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നതാണ് സത്യം, നെവീൻ്റെ കയ്യിലാണ് തെറ്റ്, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ഞാൻ ഷാനവാസിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നൊക്കെ. അതിനു മുമ്പ് ഒരു 3-4 മണിക്കൂർ മുമ്പാണ് ഈ നാടകം അഭിനയിക്കുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് ആദില നമ്മുടെ നൂറയോട് പറയുന്നത് അക്ബർ പറയുന്നത് പോലെ നമുക്ക് ക്വാളിറ്റി ഇല്ല. ഷാനവാസ് പറയുന്നു ഞാൻ യക്ഷിയാണെന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? എല്ലാവരും തനി നിറം കാണിക്കാൻ തുടങ്ങി. പലർക്കും പല നിറങ്ങളാണ്, നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഒരു നിറമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പണ്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എന്നാൽ ഇനി കുറച്ചും കൂടി കൂടും. അപ്പോൾ ആദിലയ്ക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി, ആദില ചെയ്തത് തെറ്റാണ്, പുറത്തെ ഏത് രീതിക്കാണ് പോയിട്ടുള്ളത് എന്നൊക്കെ. അതെന്തായാലും ആദില വളച്ചൊടിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ലൈവും എപ്പിസോഡും കാണുന്നവർക്കെല്ലാം വ്യക്തമായി മനസ്സിലായ കാര്യമാണ് ആരാണ് പുറകിൽ നിന്ന് കുത്തിയതെന്നും ആരാണ് ട്രസ്റ്റ് ഇഷ്യൂസ് കാണിച്ചതെന്നും പല നിറം കാണിച്ചതെന്നൊക്കെ. ഒന്നാമത്തെ കാര്യം, ആദിലയ്ക്ക് വ്യക്തമായ ഒരു നിലപാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യം പറയും. എല്ലാം പറഞ്ഞതിന് ശേഷമേ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ ആദില ഇപ്പോൾ നൂറയോട് പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും പറയുന്നത് ഞാൻ ആ വൃത്തികെട്ട കാർഡ് എന്ന് പറഞ്ഞതിൽ ലോക്കായിപ്പോയി, അതുകൊണ്ടാണ് നെവീൻ്റെ കാര്യം എടുത്തിട്ടതെന്ന്. എന്നാൽ ഞാൻ അതിൽ ലോക്കായി പോയതൊന്നുമല്ല, എന്നെ ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന്. എന്നാൽ ഈ വർത്തമാനം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇവർ ഷാനവാസിനോട് പോയി സംസാരിക്കുന്നത്. ആ സമയത്ത് വളരെ വ്യക്തമായി തന്നെ ഷാനവാസ് ആദിലയോട് പറയുന്നത് നീ നെവീനോട് ജയിക്കാൻ വേണ്ടി വൃത്തികെട്ട കാർഡ് കളിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് നെവീൻ ആ വൃത്തികെട്ട കാർഡ് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ക്യാമറയിലൊക്കെ പോയി സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ആ വൃത്തികെട്ട കാർഡ് എന്ന് പറയുന്ന വേർഡിൽ ലോക്കാണെന്ന്. നീ അങ്ങനെ ലോക്കായതുകൊണ്ടും നിന്നെ അങ്ങനെ ലോക്കാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്
ഇക്ക ഞാൻ നെവീൻ്റെ കാര്യം പറഞ്ഞോട്ടെ എന്ന് നീ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. കാരണം ആ ഒരു സംഭവം സത്യമാണ്. പക്ഷേ എനിക്ക് നെവീൻ്റെ ഇമേജ് കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന്. ആ സമയത്ത് ആദില അത് എതിർത്ത് ഒന്ന് സംസാരിക്കുക പോലും ചെയ്തില്ല. ഇപ്പോൾ നൂറയോട് സംസാരിച്ച സെയിം കാര്യമാണ് ആ സമയത്തും ഷാനവാസ് ചോദിക്കുന്നത്. എങ്കിൽ ആദിലയ്ക്ക് അപ്പോൾ തന്നെ എതിർക്കായിരുന്നു ഷാനവാസിനോട്. ഇല്ല, ഞാൻ ആ കാര്യത്തിൽ ലോക്കായിട്ടില്ല, ഞാൻ അതുകൊണ്ടല്ല നെവീൻ്റെ കാര്യം പറഞ്ഞതെന്ന്. പക്ഷെ ഷാനവാസിനോട് തൻ്റെ കുറ്റം സമ്മതിച്ച് മാപ്പ് ചോദിക്കുകയാണ് ആദില അപ്പോൾ ചെയ്തത്. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ്. എന്തായാലും ഇന്നലെ രാത്രി കൊണ്ട് ലാസ്റ്റ് വോട്ടിങ്ങിലേക്ക് വേണ്ടതും പ്രേക്ഷകർക്ക് വേണ്ടതും പിന്നെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് ന്യായീകരിക്കാൻ പറയേണ്ടതുമെല്ലാം ഒരുവിധം നമ്മുടെ ആദില ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.